കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന്റെ വലിയ തോതിലുള്ള സ്നേഹവായ്പ അനുഭവിക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും വലിയ ഒരു സ്നേഹവായ്പും അംഗീകാരവും ഒക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നിങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ ട്രെയിനിലടക്കം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സ്നേഹവും സന്തോഷവും ഒക്കെയാണ് പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായതിനു ശേഷം ആദ്യമായി വരുന്ന സമയത്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ഈ സമയത്തും ലഭിച്ച വലിയ സ്വീകരണത്തിന് കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തകരോട് നന്ദി പറയുകയാണ്. വലിയ സന്തോഷമുണ്ട്. തിരുവനന്തപുരത്ത് ഒരുപാട് തവണ BJPയുടെ പ്രവർത്തകനായിട്ടാണ് നേരത്തെ വന്നിട്ടുള്ളതെങ്കിൽ ഇത്തവണ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും ഒരു മാറ്റം തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങളും ആ രീതിയിൽ തന്നെ സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തിരുവനന്തപുരത്തിന്റെ വലിയ പാരമ്പര്യമുണ്ട്, സാംസ്കാരിക പാരമ്പര്യമുണ്ട്. മതനിരപേക്ഷതയെ പുൽകുന്ന ഒരു ജനവിഭാഗമാണ്. വർഗീയ ശക്തിയൊക്കെ കടന്നുവരാൻ ഒരു പഴുതും അനുവദിക്കാത്ത ജനവിഭാഗമാണ് തിരുവനന്തപുരത്തേത്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്വീകാര്യത തിരുവനന്തപുരത്ത് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, നാളെ ഞങ്ങളുടെ പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ സത്യപ്രതിജ്ഞയാണ്. അതിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് രാവിലെ പോകുന്നത്. അതിനുശേഷം സൂര്യ ഫെസ്റ്റിവലിൽ എൻ്റെ നേരത്തെ നിശ്ചയിച്ചതാണ്. ഞാൻ BJPയിലായിരിക്കുമ്പോൾ നിശ്ചയിച്ചതാണ്. പക്ഷേ നാളെ അവിടെ കോൺഗ്രസ്സുകാരനായിട്ടാണ് പങ്കെടുക്കുന്നത്. സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ സൂര്യ ഫെസ്റ്റിവലിൽ നാളെ എൻ്റെ ടോക്കാണുള്ളത് വൈകിട്ട്. അപ്പോൾ അതിനുകൂടി പങ്കെടുക്കും.